വിരമിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും ജോലി ചെയ്ത കാലയളവിലെ ശമ്പളം പോലും ലഭിച്ചില്ലെന്നാരോപിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപിക രമണി. 2007 സ്കൂളിൽ നിലവിലുണ്ടായിരുന്ന ഒരു അധ്യാപിക +2 പ്രമോട്ട് ചെയ്ത ഒഴിവിലാണ് കണിമംഗലം സ്വദേശിയായ രമണിയെ സ്കൂൾ മാനേജർ കൂടിയായ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മലയാളം അധ്യാപികയായി നിയമിച്ചത്. 5 വർഷത്തിലധികം ജോലി ചെയ്തെങ്കിലും 1 രൂപ പോലും ശമ്പളമായി ലഭിച്ചില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ തസ്തികയില്ലാതെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമനം നടത്തിയതെന്ന് കണ്ടെത്തി. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണെന്ന് കോടതിയും വ്യക്തമാക്കി. എന്നാൽ വിരമിച്ച് വർഷങ്ങളായിട്ടും ഇതുവരെയും ജോലി ചെയ്ത് ലഭിക്കേണ്ട 22 ലക്ഷത്തോളം രൂപ നൽകിയിട്ടില്ല. മറ്റൊരു സ്കൂളിലെ ജോലി ഉപേക്ഷിച്ചാണ് രമണി ശ്രീകൃഷ്ണ സ്കൂളിലെത്തിയത്. നിലവിൽ അസുഖബാധിതരായ രമണിയും ഭർത്താവും വരുമാനമില്ലാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ അവസരത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ഈ മുൻ അധ്യാപിക. മരണം വരെ താനും ഭർത്താവും ദേവസ്വം ഓഫീസിന് മുന്നിൽ നിരാഹാരമിരിക്കുമെന്ന് രമണി തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭർത്താവ് രാജൻ ഐനിക്കുന്നൻ, ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പിള്ളി, ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി എന്നിവരും പങ്കെടുത്തു. TCV തൃശൂർ.